ഹലോ ഗായ്സ്, നമ്മൾ പുതിയൊരു വ്ളോഗായിട്ട് വന്നത് വേറൊന്നുമില്ല. നമ്മൾ ഇത് പ്രഗ്നൻ്റ് ആക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു എന്നൊരു കാര്യങ്ങളാണ്. എന്നുവെച്ചാൽ ചിലവരൊക്കെ ഇപ്പം എനിക്കിപ്പോൾ 5-ാം മാസമായി, അതിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ചിലവരൊക്കെ ജോലിയൊക്കെ ചെയ്തിരുന്നു, കുഴപ്പമൊന്നുമില്ലാതെ ജോലിയൊക്കെ ചെയ്തു തുടങ്ങി. നമ്മൾ ജോലിയൊന്നും ചെയ്ത് തുടങ്ങിയില്ല, നമ്മൾ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പണികളാണ് ചെയ്തു തുടങ്ങിയത്. പിന്നെ ഇത് പിണ്ണത്തൈലവും ദേഹത്തെല്ലാം തേച്ചിട്ട് കുളിക്കണം. തലയിൽ ഇച്ചിരി വെളിച്ചെണ്ണയും തേച്ച് പിണ്ണത്തൈലം ദേഹത്ത് തേക്കണം. എന്താ വെച്ചാൽ ദേഹത്ത് ശരീരവേദനയുണ്ട്, നല്ലപോലെ കാലിനൊക്കെ വേദന കാരണം രാത്രി ഉറങ്ങത്തില്ല. അതിനത് തേച്ചിട്ട് ഇച്ചിരി നേരം റെസ്റ്റ് ചെയ്തിട്ട് കുളിച്ച്, അതാണ് ഇന്നത്തെ പരിപാടി. അതിന് ഓരോരുത്തരും ഗർഭിണിയായിട്ടുള്ള അവസ്ഥകളെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് 1 തൊട്ട് 3 വരെ എനിക്ക് ഭയങ്കര വോമിറ്റിംഗ് ആയിരുന്നു, ഭയങ്കരമായിട്ട്. അതിൻ്റെ കൂടെ പനിയും കയറിക്കൊണ്ട് ആകെപ്പാടെ എനിക്ക് എഴുന്നേൽക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പിന്നെ ഇപ്പം 4 മാസമായപ്പോഴത്തേക്ക് വോമിറ്റിംഗ് ഒക്കെ മാറി. 5-ാം മാസത്തിൽ ചെറുതായിട്ടുണ്ടെങ്കിൽ പോലും അതും അങ്ങ് മാറിയായിരുന്നു. ഇപ്പം പനിയും ഉണ്ടായിരുന്നു, പനിയും മാറി. പനി വിട്ടുമാറാതെ ഇങ്ങനെ നിൽക്കുമായിരുന്നു എനിക്ക്. ഇപ്പം കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ കഴിക്കുന്ന കാര്യത്തിൽ ചിലവർക്ക് മധുരത്തോട് താല്പര്യമാണെങ്കിൽ എനിക്ക് നല്ല എരിയോടാണ് താല്പര്യം. നല്ലപോലെ എരി തിന്നും, നല്ല വൃത്തിക്ക് എരി കഴിക്കും. പക്ഷേ കൂടുതലും കഴിക്കില്ലെന്ന് എല്ലാവരും പറയുന്നത്. ചിലവർ പറയുന്നു കുഞ്ഞിന് കണ്ണ് തുറക്കത്തില്ല, ചിലവർ പറയുന്നു നമ്മുടെ സിംറ്റംസൊക്കെ കൂടാൻ വേണ്ടി കാരണമാവും, അതുകൊണ്ടാണ് കഴിക്കില്ലെന്ന് പറയുന്നതെന്ന്. ഇതെന്താ കാണിക്കുന്നത് വെച്ചാൽ മൈലാഞ്ചി എൻ്റെ കസിൻ ഇട്ട് തന്നെയാണേ. കസിൻ ഇട്ട് തന്ന മൈലാഞ്ചി ഞങ്ങൾ ഇപ്പോഴത്തെ പരിപാടി എന്ന് വെച്ചാൽ മൈലാഞ്ചി ഇടല. ഇപ്പം 2 ദിവസം നിൽക്കും, 3-ാമത്തെ ദിവസം മാറും, പിന്നെ ഇടും, പിന്നെയും 3 ദിവസം നിൽക്കും. അങ്ങനെ മൈലാഞ്ചി ഇട്ടിരിക്കല പരിപാടി. അദ്ദേഹം പറഞ്ഞാൽ ഇതെല്ലാം തേച്ച് നമ്മുടെ കയ്യിലും കാലിലും വയറ്റത്തും മാത്രം തേച്ച്, പിന്നെ നടുവിനും ഇച്ചിരി തേച്ചാൽ മതി, വേറെ ഒന്നും തേക്കണമെന്നൊന്നുമില്ല. ഞാൻ ഇത്ര കാര്യങ്ങൾ ചെയ്യത്തുള്ളൂ. ചെയ്തിട്ട് ബാക്കി തേച്ച് കുളിച്ചിട്ട് വരാവേ. ഇങ്ങനെ കുളിച്ച് ഞാനങ്ങ് ഒരുങ്ങി ചുമ്മാ ഇരിക്കുമല്ലേ. ചില സമയത്ത് മാത്രമല്ല എനിക്ക് വീഡിയോ എടുക്കാൻ തോന്നുന്ന സമയം ഇതൊക്കെ തന്നെ, എപ്പോഴും തോന്നുന്നില്ല. കണ്ടോ, ഫുൾ എനിക്ക് മധുരമാണ് എല്ലാവരും മേടിച്ചത്, പക്ഷെ എനിക്ക് മധുരം ഇഷ്ടമല്ല. ഏട്ടനാണെങ്കിൽ വന്നപ്പോൾ എനിക്ക് മേടിച്ചുകൊണ്ട് വന്ന സാധനങ്ങൾ ഇതെല്ലാം. പിന്നെ അണ്ടിപ്പരിപ്പൊന്നും ഒത്തിരി കഴിക്കില്ലെന്ന് എല്ലാവരും പറയുന്നു, കുഞ്ഞിന് ചൂട് വരുമെന്ന് പറയുന്നു. ഇത് ഞങ്ങളുടെ കുഞ്ഞിപ്പെണ്ണ്. ഞാൻ തിന്നുന്നത് നോക്കി വന്നിരിക്കുക, കൂടുതലും കഴിക്കില്ലെന്ന് പറഞ്ഞത്. പക്ഷേ എനിക്കിഷ്ടമാണെങ്കിലും ഞാനും അധികം തിന്നത്തില്ല കേട്ടോ. 1 or 2 എല്ലാം കഴിച്ചാൽ അത്രയേ ഉള്ളൂ. പിന്നെ എനിക്ക് എരിവോടാണ് താല്പര്യമെങ്കിൽ ഇവരെല്ലാം കണ്ടോ എല്ലാം എനിക്ക് മധുരം മേടിച്ചു തന്നെ. ഫ്രൂട്ട്സും മേടിച്ചു തന്നു, ഫ്രൂട്ട്സൊക്കെ ഇരിപ്പുണ്ട്. പക്ഷേ മധുരമായതുകൊണ്ട് എനിക്കധികം തിന്നാൻ വേണ്ട. അതേസമയം എനിക്ക് കിഴങ്ങൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ചേമ്പ്, ചേന, ചീനി തുടങ്ങിയ അതും ചമ്മന്തിയൊക്കെ കൂട്ടി തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. കൂടുതൽ ഞാനതാണ് കഴിക്കുന്നതും. പക്ഷേ ഗ്യാസ് കയറി വിലങ്ങി കഴിഞ്ഞാൽ പണ്ടാരം അടങ്ങും. പിന്നെ കേക്കും തേൻമുട്ടായി, നട്ട്സ്, പിന്നെ മിച്ചർ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതിനകത്ത് ഇരിക്കുന്നത് കൂടുതലും. പിന്നെ അലുവയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ എനിക്ക് ഒത്തിരി അങ്ങോട്ട് മധുരം ഇഷ്ടമില്ലാത്തതുകൊണ്ട് എല്ലാം അവിടെ ഇരിക്കും. പിന്നെ ഞാനും അപ്പൂപ്പനും അമ്മൂമ്മയും കൂടെ കഴിക്കുന്നത്. അവർ പറയും നീ കഴിക്കുമെന്ന് പറയും. എവിടാ. പിന്നെ ബൂസ്റ്റിനെ പറ്റി ഞാൻ ചോദിച്ചു. എല്ലാവർക്കും ബൂസ്റ്റ് കഴിക്കാൻ പറ്റത്തില്ല. ചിലവർക്ക് ബൂസ്റ്റ് കഴിക്കുന്നതിന് കുഴപ്പമില്ല, ചിലവർക്ക് ബൂസ്റ്റ് കഴിക്കില്ലെന്ന് പറയുന്നു. ഞാനാണെങ്കിൽ ഇച്ചിരി പാലിൽ ഒത്തിരിയല്ല ഇച്ചിരി കലക്കി കുടിക്കാറുണ്ട്. പിന്നെ എല്ലാവരും പറഞ്ഞ് ചാർജ് അടിച്ച് കുടിക്കുന്നതാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞു. പിന്നെ നട്ട്സ് കൂടുതലും കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്, കാരണം കുഞ്ഞിന് ചൂടാന്ന് പറഞ്ഞു. കൂടുതലും കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ അത്യാവശ്യമായിട്ടുള്ള കാര്യം ഈ വെള്ളം കൂടി അത്യാവശ്യമാണ് എനിക്ക്, കാരണം എനിക്ക് മൂത്രത്തിൽ പഴുപ്പുണ്ട്. അതിൻ്റെ കൂടെ 2 ലിറ്റർ വെള്ളം ഞാൻ കുടിക്കും. പക്ഷേ 2 ലിറ്റർ ഒന്നും പോരാ, അതിൽ കൂടുതൽ വേണമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ മാക്സിമം 2 ലിറ്ററാണ് കുടിക്കുന്നത്. എൻ്റെ 2 കുപ്പിയുണ്ട്, അതിനകത്ത് കൂടുതലും കുടിക്കുന്നത്. നിങ്ങൾക്ക് വണ്ടി യാത്ര പറ്റുമോ? എനിക്ക് വണ്ടി യാത്ര പറ്റത്തില്ല, പക്ഷേ ഭയങ്കര ഛർദ്ദിലും കാര്യങ്ങളും, അതുകൊണ്ട് പറ്റത്തില്ല. പിന്നെ ഈ വീഡിയോ കൊണ്ട് നമുക്ക് ഫുള്ളാവത്തില്ല, വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ ബൈ. സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരുമേ.